time where the movie started, facing at a photo they've taken. Space tree flying through the skies and battles happen everywhere. Hi friends, welcome to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ അൺബോക്സിംഗ് ആണ്. പെട്ടി എവിടെയെന്നാണോ നോക്കുന്നത്? പെട്ടി ഇവിടെ തന്നെ ഉണ്ട്. കുറച്ച് വലിയ പെട്ടിയായിട്ട് ഇവിടെ വെച്ച് തന്നെ കാണൂല, അതുകൊണ്ടാണ് പെട്ടി ഇപ്പം എടുക്കാത്തത്. അപ്പോൾ സാധനത്തിന് ഒരു ചെറിയ ഇൻട്രോ തന്നിട്ട് നമുക്ക് സാധനം എടുക്കാം. അപ്പം ഇന്നത്തെ അൺബോക്സിങ്ങിൽ ഒരു പ്രിൻ്ററാണ് കാണിക്കുന്നത്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് ഈ പ്രിൻ്റർ എടുക്കാൻ പുറത്തൊക്കെ പോകാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഈ ഡൊമസ്റ്റിക് യൂസിന് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഏത് പ്രിൻ്റർ എടുക്കുന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. അങ്ങനെ സെർച്ച് ചെയ്ത് കുറേ അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രിൻ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വരുന്നതിന് മുമ്പ് പ്രിൻ്ററിനെ പറ്റിയിട്ടുള്ള ചെറിയ ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞത്. വലിയ ടെക്നിക്കൽ സൈഡ്സ് ഒന്നുമില്ല, നോർമൽ ആയിട്ടുള്ള കുറച്ച് ഐഡിയ. അതായത് 3 ടൈപ്പ് പ്രിൻ്റേഴ്സ് ഉണ്ട് നമുക്കറിയാം: InkTank, InkJet ആൻഡ് ലേസർ പ്രിൻ്റർ. അതിൽ InkTank ആണ് നമ്മുടെ ഏറ്റവും ചീപ്പസ്റ്റ് പ്രിൻ്റർ. പിന്നെ നമുക്ക് പ്രിൻ്റേഴ്സ് പേജ് പെർ പേജ് 15 പൈസയൊക്കെ ആയിട്ടുള്ളൂ വരെ. സോ ഇറ്റ് ഈസ് എ വെരി ചീപ്പസ്റ്റ് പ്രിൻ്റർ അമംഗ് ദ 3. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഡൊമസ്റ്റിക് യൂസ് ആണെങ്കിൽ നമുക്കറിയാം വല്ലപ്പോഴും 2 പ്രിൻ്റ് അല്ലെങ്കിൽ വല്ലപ്പോഴും മാക്സിമം 2 പ്രിൻ്റ് ഒരു മാസത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യാഞ്ഞാൽ ഇങ്ക് കട്ട പിടിക്കും. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം പിന്നെ അത് നമ്മൾ റീഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതൊന്നായിട്ട് നമ്മൾ മാറ്റേണ്ടി വരുന്നൊരു പ്രശ്നമാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ InkTank ഡൊമസ്റ്റിക് യൂസിന് അത്ര എഫക്റ്റീവ് അല്ല. നെക്സ്റ്റ് ഈസ് InkJet പ്രിൻ്ററാണ്. InkJet പ്രിൻ്റർ പറയുകയാണെങ്കിൽ കളർ പ്രിൻ്ററിന് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രിൻ്റർ ആണെന്ന് ഞാൻ പറയാം. കളർ പ്രിൻ്റർ എടുക്കുന്നവർക്ക് അതെടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും. പക്ഷെ അതിനും സെയിം പ്രശ്നം വരുന്നതാണ്. ഒന്നാമത് പെർ പേജ് ഓൾമോസ്റ്റ് മോർ ദാൻ 5 rupees വരും. പിന്നത്തെ പ്രശ്നം നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്തില്ലെങ്കിൽ ഇതേപോലെ ഇങ്ക് കട്ട പിടിക്കും. ഇങ്ക് കട്ട പിടിച്ചാൽ നമുക്ക് ആ ഹോൾ സിസ്റ്റം തന്നെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഇൻജെക്റ്റും ഞങ്ങൾക്ക് പറ്റില്ല. കാരണം എനിക്ക് മാക്സിമം ഒരു കുറച്ച് പ്രിൻ്റൊക്കെ എടുക്കാറുണ്ടാവുള്ളൂ. അങ്ങനെ വന്നപ്പോഴാണ് ലേസർ പ്രിൻ്റർ നല്ലൊരു പ്രിൻ്ററിനുള്ള ഓപ്ഷൻ കിട്ടിയത്. ഇപ്പോൾ ലേസർ പ്രിൻ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടിന്യൂസ് യൂസ് ചെയ്തില്ലെങ്കിലും ഇങ്ക് കട്ട പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ പിന്നെ എന്തായാലും അത് എടുക്കാൻ നോക്കും, ലേസർ പ്രിൻ്റർ തന്നെ എടുക്കാം. അതിൽ തന്നെ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവും ചീപ്പും ആയ സാധനം ഏതാണെന്നുള്ള കപ്പലേറ്റില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് 2-3 പേരോടൊക്കെ അന്വേഷിച്ചും എല്ലാം ഒരു പ്രിൻ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് പ്രിൻ്ററാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒരു നോട്ടം നോക്കുകയാണെങ്കിൽ ഒരു USB കേബിൾ ഉണ്ട്. പിന്നെ നമുക്കൊരു ക്വിക്ക് സെറ്റപ്പ് ഗൈഡ് ഉണ്ട്. അപ്പം ഇത് രണ്ടും കാണാം. പിന്നെ നമ്മുടെ പ്രിൻ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രിൻ്റർ മെല്ലെ പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ ഇതെടുത്തപ്പോൾ നമ്മുടെ ടോണർ കാട്രിഡ്ജാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് പുറത്തോട്ടെടുക്കാം.
വീഡിയോ കാണുന്നവരെ stay tuned, and if you like this video, like, share and subscribe. Thank you.